പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എത്ര വിധത്തിലുള്ള പ്രതികൂലത്തിൻ്റെ മധ്യത്തെ പെട്ടുപോയാലും ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നതിനും അവൻ്റെ ഉപകാരങ്ങളെ ഓർക്കുന്നതിലും അവനെ സ്തുതിക്കുന്നതിലും പ്രിയ ദൈവത്തിലെ നീ അമാന്തിക്കരുത്. സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം ദൈവസ്ഥലായിരിക്കുന്നവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുക. അനേക സംഭവങ്ങൾ ബൈബിളിലേത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അസമാധാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ആ ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുവാനും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജീവിതം നയിപ്പാനും നമ്മെ പഠിപ്പിക്കാറുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുള്ളൊരു ജീവിതം നമ്മെ ആത്മീയമായിട്ട് ഒത്തിരി പുഷ്ടിപ്പെടുത്തുന്നതാണ്. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 13-14. അതിന് അവനോട്, കുട്ടികൾ നന്നാ ഇളയവറെന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെ ഉണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യജമാനൻ അടിയന് മുമ്പായി പോയാലും എൻ്റെ കൂടെയുള്ള കന്നുകാലികളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്ക് ഒത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സെയീരിൽ യജമാനൻ്റെ അടുക്കൽ വന്നുകൊള്ളാം എന്ന് പറഞ്ഞു. ഇത് യാക്കോബിൻ്റെ ഒരു ബുദ്ധിയായിരുന്നു അല്ലേ? നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തിലും പലതരത്തിലുള്ള ഫോഴ്സസാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത്. അത് നമ്മുടെ അംബീഷനായിരിക്കാം, അല്ലെങ്കിൽ ചില സക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലതൊക്കെ അക്കംപ്ലിഷ് ചെയ്ത് എടുക്കണമെന്നുള്ള കാര്യമായിരിക്കാം, പുറത്തു നിന്നുള്ള ചില പ്രതീക്ഷകളായിരിക്കാം. ഞാൻ പറയട്ടെ, എന്തെല്ലാം അച്ചീവ്മെൻറ്റ്സ് നാം നേടിയെടുത്താലും എന്തെല്ലാം നാം സമ്പാദിച്ചാലും അത് വലിയ വില മുടക്കി നമ്മൾ സമ്പാദിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു സമയത്ത് അതെല്ലാം നമ്മളെ കൈവിട്ടു പോകുമല്ലോ എന്നുള്ള അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകാം. യാക്കോബിന് മനസ്സിലായി, തൻ്റെ കുടുംബത്തെ, തനിക്ക് തന്നിരിക്കുന്ന മൃഗസമ്പത്തിനെ ഒക്കെ മുന്നോട്ട് പുഷ് ചെയ്തുകൊണ്ട് പോകുന്നത് അത്ര വലിയ എളുപ്പമൊന്നുമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ടീച്ചിങ്സ്, തിരുവചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ദൈവം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ബൈബിളിലുള്ളതൊക്കെ കോൺട്രാസ്റ്റ് ദിസ്. ദൈവം അവൻ്റെ ശത്രുവിനെ പുറത്താക്കുക തന്നെ ചെയ്യും, അവൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുകയും ചെയ്യും. ഇത് അനേക വചനഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ജോബ് 18:18 ഇങ്ങനെ പറയുന്നു, അവനെ വെളിച്ചത്ത് നിന്ന് ഇരുട്ടിലേക്ക് തള്ളിയിടും, ഭൂതലത്തിൽ നിന്ന് അവനെ ഓടിച്ചു കളയും. നോക്കിക്കേ. അതുപോലെ യോബ് 13:25 നോക്കുമ്പോൾ ജോബ് 13:25 ആ വാക്യം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. പാറിപ്പോകുന്ന ഇലയെ നീ പേടിപ്പിക്കുമോ? ഉണങ്ങിയ താളടിയെ നീ പിന്തുടരുമോ? അതുപോലെ സംഖ്യാപുസ്തകം 32:21, നമ്പേഴ്സ് ചാപ്റ്റർ 32 വേഴ്സ് 21, യഹോവ തൻ്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ നീക്കിക്കളയോളും നിങ്ങളെല്ലാവരും അവൻ്റെ മുമ്പാകെ യുദ്ധസന്നദ്ധരായി യോർദാനക്കരെ കടന്ന് പോകുമെങ്കിൽ എന്ന് പറയുന്ന ഒരു വാക്യം. അതുപോലെ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങൾ, ഡ്യൂട്രോണമി ചാപ്റ്റർ 28 വേഴ്സസ് 34 and 35 ഇങ്ങനെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിൻ്റെ പുത്രന്മാരും പുത്രിമാരും അന്യജാതിക്ക് അടിമകളാകും. നിൻ്റെ കണ്ണ് ഇടപെടാതെ അവരെ നോക്കിയിരുന്ന് ക്ഷീണിക്കും.
എങ്കിലും നിന്നാലൊന്നും സാധിക്കുകയില്ല. നിൻ്റെ കൃഷിഫലവും നിൻ്റെ അധ്വാനമൊക്കെയും നീ അറിയാത്ത ജാതികൾ അനുഭവിക്കും. നീ എല്ലാ നാളും ബാധിതനും പീഡിതനും ആകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജെറമ്യ 23:3. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ച് പെരുകും. ഒരു വാക്യം കൂടെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ പറയട്ടെ. യാക്കോബ് 1-ാം അതിൻ്റെ 6-ാം വാക്യം. ജെയിംസ് 1:6. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ചലിയുന്ന കടൽത്തിരയ്ക്ക് സമം. 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ ആകുന്നു. യാക്കോബ് 3:4. ജെയിംസ് ചാപ്റ്റർ 3:4. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിയുന്നു. ഇതിൽ നിന്നെല്ലാം എന്ത് മനസ്സിലായി? കപ്പലാണെങ്കിലും ആട്ടിൻകൂട്ടമാണെങ്കിലും ഞാൻ പറയട്ടെ, എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. ഒരു കൺട്രോളിങ് ഫോഴ്സ് ഉണ്ട് എല്ലാ പാസീവ് ഓബ്ജക്റ്റിൻ്റെയും നേരെ. വി ഹവർ ആർ നൈദർ പാസീവ് നോർ ഓബ്ജക്ട്സ്. ഓർത്തുകൊള്ളണം, ദൈവം ഏതൊക്കെ പ്രതികൂലത്തിലാണെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെ വളരെ സൈലൻ്റായിട്ട് ഗൈഡ് ചെയ്യും. അവൻ്റെ വഴിയിൽ കൂടെ നമ്മെ നടത്തും. പുറപ്പാട് പുസ്തകം 13:21 നാം കാണുന്നുണ്ട്, മേഘസ്തംഭമായിട്ട് ദൈവം ഇരുന്നിട്ടുണ്ട്. ദൈവം അവരെ ലീഡ് ചെയ്തിട്ടുണ്ട്. സങ്കീർത്തനം 43:3 നമ്മളിങ്ങനെ വായിക്കുന്നു. സാം 43:3 ഇങ്ങനെ പറയുന്നത്. പ്രൈസ് ഗോഡ്. നിൻ്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. നിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സുവിശേഷങ്ങളിൽ നാം പഠിക്കുന്നത് യേശുവിനെ നടത്തിയിരുന്നത്, ഗൈഡ് ചെയ്തിരുന്ന ഹോളി സ്പിരിറ്റിലാണ്. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. മത്തായും ലൂക്കോസും അങ്ങനെ തന്നെ പറയുന്നു. ആത്മാവിൻ്റെ നടത്തിപ്പ് ചില സമയം വളരെ ചലഞ്ചിങ് അല്ലേ, നമ്മളെ ഓടിച്ചു കൊണ്ട് പോവുക. എന്നാൽ തിരുവചനം മുഴുവൻ നാം നോക്കിയാൽ നമുക്ക് ദൈവത്തിൻ്റെ നേച്ചർ നോക്കുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ജെൻറ്റിൽ ലീഡർഷിപ്പ് അല്ലേ. ആത്മാവിനാൽ നാം നടത്തപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പറയട്ടെ, ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ സ്ട്രെസ്സും എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യുന്ന എല്ലാ ആങ്സൈറ്റിയും നീ അറിയുന്നല്ലോ. എന്നാൽ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അറിവോ സമ്മതമോ കൂടാതെ അല്ല. എന്നാൽ ദൈവം നമ്മളെ ഗൈഡ് ചെയ്യുമ്പോഴുണ്ടല്ലോ, നമുക്ക് അവൻ്റെ വഴികൾ മനസ്സിലാക്കാൻ പറ്റും. ദൈവം മോശയെ ദൈവത്തിൻ്റെ വഴികൾ അറിയിച്ചു. ദൈവം എങ്ങനെ നമ്മൾ നടത്താൻ പോകുന്നതെന്നുള്ളത് മോശയെ ദൈവം അറിയിച്ചു. ഇസ്രായേൽ ജനത്തെ എങ്ങനെയാണ് നടത്താൻ പോകുന്നതെന്ന് മോശയെ അറിയിച്ചു. പക്ഷേ ആ വഴികളെ ദൈവം പറഞ്ഞു കൊടുത്തില്ല. ആർക്ക്? ഇസ്രായേൽ ജനങ്ങൾക്ക്. വഴികളെ മോശയെ അറിയിച്ചത്. പക്ഷേ ദൈവം നടത്തുന്ന പ്രവൃത്തി കണ്ടതാരാ? ജനം. ദൈവസന്നിധിയിലെ പൂർണ്ണമായി സമർപ്പിച്ച് കൊടുക്കുക. ദൈവവേദിലെ നിന്നെ നടത്തുന്ന വലിയവനായ ദൈവം സ്വസ്ഥയുള്ള വെള്ളത്തിനരിയത്തേക്ക് നിന്നെ നടത്തും, ജയത്തോടെ നടത്തും. പിശാചിൻ്റെ പല്ലിനിടിയാകാതെ വണ്ണം നടത്തും. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൽ നാം ആശ്രയിക്കണം, സമർപ്പിക്കണം,
ആ ലീഡിങ്ങും ആ ഡ്രൈവിങ്ങും നമ്മുടെ ഫാമിലിയിലും നമ്മുടെ സൊസൈറ്റിയിലും എല്ലാം പ്രതീക്ഷിച്ച് ഒരു ജയജീവൻ നയിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളെ ഡ്രൈവ് ചെയ്യണമേ. യേശു കർത്താവ് നടത്തുന്ന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കാണ്, അത് ശ്രേഷ്ഠമാണ്. എന്നാൽ ലോകം ഞങ്ങളെ നടത്തിയാൽ അവർ ഞങ്ങളെ ഹാർഡായിട്ട് നടത്തും. കർത്താവ് നടത്തുന്ന വഴി വളരെ നല്ലതാണ്. അതിന് ഞങ്ങൾ സമർപ്പിച്ചു തരുന്നു. അവിടെ ഞങ്ങൾക്ക് സമാധാനമുണ്ട്. അത് ഞങ്ങൾ എൻജോയ് ചെയ്ത് ജീവിപ്പാൻ്റെ ഗുണം നിൻ്റെ ശബ്ദം കേട്ട് നിന്നെ അനുകരിപ്പാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.